ഹരി ഓം. ദശകം 45, ശ്ലോകം 2. മൃദു മൃദുവികസന്താവുന്മിഷദ്ദന്തവന്തോ വദനപതിതകേശോ ദൃശ്യപാദാബ്ജദേശോ ഭുജഗളിതകരാന്തവ്യാലഗത്കങ്കണാംഗോ മതിമകരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. പദച്ഛേദം നോക്കാം. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ ദന്തവന്തൗ. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ് ദന്തവന്തൗ. ഈ വിഹസന്തൗ ദന്തവന്തൗ ഔ ഔ എന്ന് വരുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് പേരുടെ കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ പ്ലൂറലായിട്ട്, എന്ന് വെച്ചാൽ ബലരാമൻ്റെയും പിന്നെ ഉണ്ണിക്കണ്ണൻ്റെയും കാര്യങ്ങളോട് ചേർത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് ഔ ഔ എന്നുള്ളൊരു പ്രയോഗം വന്നിരിക്കുന്നത്. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ. അപ്പോൾ ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പം മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ. ആ ഔ മാറിയിട്ട് അവിടെ വാ എന്ന് വരുന്നു. ചേർക്കുന്നത് എങ്ങനെയാണ്? മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ. വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ. വദന പതിത കേശൗ ദൃശ്യപാദ അബ്ജദേശൗ. അവിടെ അത് തന്നെ ഔ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെ കാര്യങ്ങൾ പറയുന്നത് കാരണമാണ്. വദന പതിത കേശൗ ദൃശ്യപാദ അബ്ജ, അതാണ് പാദാബ്ജ ദേശൗ. ദൃശ്യപാദാബ്ജ ദേശൗ. ഭുജ ഗളിത കരാന്ത വ്യാലഗത് കങ്കണ അംഗൗ. ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാംഗൗ. ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാംഗൗ. മതിം അഹരതം ഉച്ചൈഹി. മതിം അഹരതം ഉച്ചൈഹി. ഒരുമിച്ച് പറയുമ്പം മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. നൃണാം ഊന്നുള്ള ചിഹ്നം കൊണ്ട്. അപ്പോൾ വിശ്വനൃണാം. മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലഗത് കങ്കണാംഗൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. അന്വയം. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലഗത് കങ്കണാംഗൗ പശ്യതാം വിശ്വനൃണാം മതിം ഉച്ചൈഹി അഹരതം. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ. മൃദു മൃദു വിഹസന്തൗ, ആ മന്ദഹാസം പൊഴിക്കുന്നവർ. രണ്ടുപേരുടെ കാര്യം ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ്റെയും ബലരാമൻ്റെയും കാര്യം ഒരുമിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആ പ്ലൂറലിനെ കാണിക്കുന്നതാണ് ഔ ഔ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തോ. അപ്പോൾ അവർ ഈ മന്ദഹാസം പൊഴിക്കുമ്പോൾ അവരുടെ തെളിഞ്ഞ് കാണുന്ന കുഞ്ഞി പല്ലുകളുണ്ടല്ലോ, അങ്ങനത്തെ ആ മുളച്ച് വരുന്ന കുഞ്ഞി പല്ലുകൾ, ആ കുഞ്ഞി പല്ലുകൾ കാണിക്കുന്നവരും, അപ്പം മന്ദഹാസം പൊഴിക്കുന്നവരും തെളിഞ്ഞു കാണുന്ന കുഞ്ഞി പല്ലുകളുള്ളവരും. പിന്നെയോ വദനപതിതകേശോ. വദനം എന്ന് പറഞ്ഞാൽ മുഖം. ആ വദന പതിതകേശോ, മുഖത്തേക്ക് അഴിഞ്ഞു വീണ ചുരുളൻ മുടിയോടുകൂടിയവരും. അമ്മമാർ രാവിലെ ആ രണ്ടുപേരുടെ അമ്മമാർ മുടിയൊക്കെ ചീകി കെട്ടി മേലേക്കാക്കി കുടുമയൊക്കെ കെട്ടിക്കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് മുഖത്തേക്ക് അഴിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെ മുഖത്തേക്ക് അഴിഞ്ഞു വീണ ചുരുണ്ട മുടിയോടുകൂടിയവരും, അതാണ് വദന പതിത കേശൗ. രണ്ടുപേരുടെ കാര്യം പറയുന്ന കാരണമാണ് കേശൗ. ദൃശ്യപാദാബ്ജദേശോ. ദൃശ്യപാദ അബ്ജദേശോ. അപ്പോൾ ആ കണ്ണിറയെ കാണുവാൻ വകയുള്ളത് എന്താണ്? അവരുടെ ആ കാലുകളുടെ ആ അകഭാഗം, ഉള്ളംകാല്. അപ്പോൾ കണ്ണിറയെ കാണുവാൻ വകയുള്ള കാലുകളുടെ
ആ ഉൾഭാഗമുള്ളവരും ആ ഉള്ളംകാല പാദം ഉള്ളം പാദം എന്ന് പറയും, പാദമുള്ളവരും. അപ്പോൾ കണ്ണിറയെ കാണുവാൻ വകയുള്ള ആ കാലുകളുടെ അടിവശം ഉള്ളവരും അവരിങ്ങനെ മുട്ടയിലിഴഞ്ഞു പോകുന്ന സമയത്ത് അത് വളരെ ദൃശ്യമായിരിക്കും, നന്നായിട്ട് കാണാൻ സാധിക്കും അവരുടെ കാലിൻ്റെ അടിഭാഗം. അതോ സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ അടിവശം കാണാൻ എന്തൊരു ഭംഗിയാണ്, എത്ര മൃദുവായിരിക്കും. കാണുമ്പോൾ നമുക്ക് ഏത് കുഞ്ഞുങ്ങളുടെ ആണേലും ആ കാല് പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നില്ലേ. അപ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ്റെയും ബലരാമൻ്റെയും കാര്യം പറയുവാനുണ്ടോ? അവരുടെ ആ കാല് കാണാൻ തന്നെ എത്ര ഭംഗിയാണ്. അത് കാണുന്നവർക്ക് അത്രയും സന്തോഷമുളവാക്കുന്നതാണ്. അങ്ങനെ കണ്ണിറയെ കാണുവാൻ വകയുള്ള കാലുകളുടെ ആ ഉള്ളനടികൾ ഉള്ളവരും ഭുജകളിതകരാന്തവ്യാലകത് കങ്കണാംഗോ. ഭുജം എന്ന് പറഞ്ഞാൽ കൈത്തണ്ട. ആ കൈത്തണ്ടകളിൻ്റെ ആ മേളിൽ നിന്ന് ഊർന്ന് ആ മുട്ട് വരെ, ആ മണിക്കണ്ടത്തിൽ വരെ ചെന്ന് ആ തങ്ങി നിൽക്കുന്ന കൈവളകളോടുകൂടിയവരുമായിട്ട്, കങ്കണം എന്ന് പറഞ്ഞാൽ കൈവളകൾ, കങ്കണാംഗൗ രണ്ടുപേരുടെയും ആ കൈവളകളോട് കൂടിയവരുമായിട്ട്, കൈത്തണ്ടയുടെ മേളിൽ നിന്ന് ഊർന്ന് ആ മണിക്കണ്ടത്തിൽ വന്ന് തടഞ്ഞു നിൽക്കുന്ന കൈവളകളോട് കൂടിയവരുമായിട്ട് നിങ്ങൾ രണ്ടുപേരും പശ്യതാം വിശ്വനൃണാം മതിം ഉച്ചൈഹി അഹരതം. പശ്യതാം വിശ്വനൃണാം കാണികളായിട്ടുള്ള സകല ജനങ്ങളുടെയും അന്ധകരണത്തെ അങ്ങേയറ്റത്തോളം ആകർഷിച്ചു കളഞ്ഞുവല്ലോ. അപ്പോൾ എല്ലാവരും ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഈ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ആ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ഓടിയെത്തും ഗോപികമാർ. അപ്പോൾ അങ്ങനെ ഇവരുടെ കളികൾ കാണാൻ തന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവിടെ ഉള്ള ജനങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്ന കാണികളായിട്ടുള്ള സകല ജനങ്ങളുടെയും ആ അന്ധകരണത്തെ അങ്ങേയറ്റത്തോളം ആകർഷിക്കുകയാണ് ഇവർ രണ്ടുപേരും. ഈ അന്ധകരണത്തെ ആകർഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കാണുന്നതും അവരുടെ കളികൾ കാണുന്നതും സന്തോഷമാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ കളി കാണുമ്പോൾ അന്ധകരണത്തെ വരെ പരിശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത്. അപ്പോൾ ആ മുട്ടുകാലിൽ ഇങ്ങനെ ഇഴഞ്ഞ് കളിക്കുമ്പോൾ അവർ തമ്മിൽ നോക്കി പുഞ്ചിരിക്കുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്ന പുതിയ പല്ലുകളോടും മുഖത്തേക്ക് ആ ഉതിർന്ന് വീണ് കിടക്കുന്ന ആ മുടിച്ചുരുളുകളോടും പിന്നെയോ ആ ഇഴഞ്ഞ് നടക്കുമ്പോൾ ആ കാലിൻ്റെ അടിഭാഗം നല്ലോണം തെളിഞ്ഞ് കാണാമല്ലോ. അങ്ങനെ ആ തെളിഞ്ഞ് കാണുന്ന ആ പാദങ്ങളോടും പിന്നെ തോളിൽ നിന്നും ഊരി ആ മണിബന്ധം വരെ വീണ് കിടക്കുന്ന വളകളോടും കൂടിയ നിങ്ങൾ ഇരുവരും കാണുന്നവരുടെയെല്ലാം കണ്ണും കരളും കവർന്നുവല്ലോ എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത്. മൃദുവിഹസന്താവുന്മിഷദ്ദന്തവന്തോ വദനപതിതകേശോ ദൃശ്യപാദാബ്ജദേശോ ഭുജകളിതകരാന്തവ്യാലഗത് കങ്കണാംഗോ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം.